വാർത്ത. കൊയിലാണ്ടിയിൽ CPIM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ കൊലപ്പെടുത്താൻ പ്രതി അഭിലാഷ് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തി. സംഭവം നടന്ന ക്ഷേത്രത്തിന്റെ ഓഫീസ് പരിസരത്ത് നിന്നാണ് ആയുധം ലഭിച്ചത്. അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ജീവനെടുക്കാൻ കാരണമായ ആഴമേറിയ 6 മുറിവുകൾ, അതിന് കാരണമായ ആയുധം എന്താണ്? ഗോകുൽ, അല്പസമയം മുൻപാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തത്. നീളത്തിലുള്ള കത്തി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നീളമേറിയ കത്തി ഉപയോഗിച്ചാണ് അഭിലാഷ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്. ഈ സംഭവം നടന്ന ക്ഷേത്രം ഓഫീസിന്റെ പരിസരത്ത് വെച്ചാണ് ഈ ആയുധം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ ഈ ഒരു സത്യനാഥിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ അത് വളരെ ആഴമേറിയതായിരുന്നു. ഒരുപക്ഷെ ഈ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാകില്ല ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഴമേറിയ മുറിവുകളാണ്. ഈ ആഴമേറിയ മുറിവിന് കാരണമായത് ഈ നീളമേറിയ കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് പോലീസ് നിലവിലെത്തുന്നത്. ആ ഒരു ആയുധമാണ് നിലവിൽ പോലീസ് ഈ ക്ഷേത്രം പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. അഭിലാഷിന്റെ അറസ്റ്റ് പോലീസ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അഭിലാഷിനെ കോടതിയിൽ ഹാജരാക്കുവാനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും പോലീസിന് മുന്നിൽ ഇനി അറിയാനുള്ളത് ഇയാൾ തനിച്ചാണോ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ ആയുധം കണ്ടെടുത്തു. ഇനി ഈ കൊലപാതകം നടത്തിയത് കാരണമായി നേരത്തെ തന്നെ ഇയാൾ പറഞ്ഞൊരു മൊഴി വ്യക്തിവൈരാഗ്യം എന്നുള്ളതാണ്. പക്ഷേ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ? പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിലൊരു പ്രതികരണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗൂഗിൾ, തീർച്ചയായിട്ടും ഇപ്പോഴും അവ്യക്തത തുടരുന്നത് കൊലപാതകത്തിന്റെ കാരണമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി വിരോധത്തിന് കാരണമായത് എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ആയുധം ഏതായാലും കണ്ടെത്തിയിരിക്കുന്നു പോലീസ്. ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്.